10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പേജിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം. തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങി എന്ന നോവലിലെ ഒരു പാഠഭാഗമാണ് പ്ലാവിലക്കഞ്ഞി. കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരൻ, ചിരുത, ചാത്തൻ. കോരൻ്റെയും ചിരുതയുടെയും വിവാഹം നടന്നു. വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം കോരനും സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ കുടിലിനോട് ചേർന്നൊരു ഭാഗം മറച്ചുകെട്ടി താമസിക്കുകയാണ് അവർ. പുഷ്പവേലിൽ ഔസേപ്പ് മുതലയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരന് കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല. കൊടിയ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം. ആ ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് പാഠഭാഗം. ഞാൻ ആദ്യം വായിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠത്തിൽ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഇത് പഠിച്ചിട്ട് പോകണം. എന്നാലേ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഇത് വെച്ച് അറ്റൻഡ് ചെയ്യാം. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പുഷ്പവേലിയിൽ ഔസേപ്പിന് ഒരേക്കര നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത്. അദ്ദേഹത്തിന് ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു. ആദ്യത്തെ ദിവസം കട്ടക്കുത്ത് കഴിഞ്ഞ് കൂലിക്കായി വേലക്കാരെല്ലാവരും കൂടി പുഷ്പവേലിൽ ചെന്നു. ആളൊന്നുക്ക് 3/4 രൂപ വീതം കൂലി കൊടുത്തു. കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ടു ചെന്നെങ്കിലേയുള്ളൂ. 1 മണി അരി അവൻ്റെ തറയിലില്ല. അവന് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ. കോരൻ പറഞ്ഞു, തമ്പ്രാ, ഏന് നെല്ലു കൂലി മതി, ചക്രം വേണ്ട. ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു. നെല്ലില്ല, പിശാചുക്കള്. നെല്ല് കൊണ്ടു ചെന്നു വല്ല പീടികയിലും പെട്ട വിലക്ക് വിൽക്കാനാണ്. അല്ല തമ്പ്രാ, തായക്കരിക്കാടിക്ക. പോ. മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി. കോരന് തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്തു പ്രയോജനമാണ്? ഒന്നുമില്ല, അവനും പോയി. ഇത്രയും വായിച്ച ഈ പേജിൽ നിങ്ങൾ എന്താണ് കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എന്താണ്, അതായത് ഇൻട്രൊഡക്ഷൻ ഇതാണ്. അതായത് തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം. ഞാൻ എൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കും. കോരന്, ചിരുത, ചാത്തന്. പിന്നെ കോരൻ്റെ മുതലാളിയുടെ പേരാണ് ഔസേപ്പ് മുതലാളി. പിന്നെ കോരൻ്റെ ഈ സംഭവമില്ലേ, ഹൈലൈറ്റ് ചെയ്ത സംഭവം, ഈ സംഭവം ഓർത്ത് വെക്കണം. അതായത് മലയാളത്തിൽ ഈ സന്ദർഭം തന്ന് വിശകലനം ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത സന്ദർഭം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എന്നാലും നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ.